ഹലോ എവരിവൺ, എഡ്യൂക്കേറ്റീവ് വേൾഡ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ജർമ്മനിയിലേക്ക് ഓപ്പർച്യൂണിറ്റി കാർഡ് വിസയിൽ പോകുന്ന ഒരു തട്ടിപ്പിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോ ഫ്രണ്ട്സോ ആരെങ്കിലും ജർമ്മനിക്ക് ഓപ്പർച്യൂണിറ്റി കാർഡ് വിസ എടുത്ത് പോകാൻ പ്ലാൻ ചെയ്യണവരുണ്ടെങ്കിൽ, സാധാരണക്കാരായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഞാൻ പ്രത്യേകം പറയുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ പറയുന്ന വീഡിയോയിൽ നമ്മളൊരു ജർമ്മനിക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈഫ് സെക്യൂർ ചെയ്യണം, ലൈഫ് സേവ് ചെയ്യണം, നല്ലൊരു ജോലി കണ്ടെത്തണം, ഇതെല്ലാം പ്ലാനോട് കൂടിയിട്ടാണ് നമ്മുടെ കയ്യിലില്ലാത്ത പൈസ മുടക്കി നമ്മൾ ജർമ്മനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ചില ഏജൻസികൾ, അതേപോലെ ചില ഏജൻറ്റുമാർ നിങ്ങൾക്ക് എന്താ പറയുക, ജർമ്മനിക്ക് ഓപ്പർച്യൂണിറ്റി കാർഡ് വിസയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത വാഗ്ദാനങ്ങൾ തരും. ഇനീഷ്യൽ പൈസ ഒന്നും തരണ്ട, അല്ലെങ്കിൽ ചെറിയൊരു പൈസ തന്നാൽ മതി, ബാലൻസ് എല്ലാ എമൗണ്ടും വിസ കിട്ടിയ ശേഷം തന്നാൽ മതി. ഇവിടെയാണ് ഇതിൻ്റെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇവരെന്താ ചെയ്യാൻ വെച്ചാൽ, ജർമ്മനിക്ക് ഓപ്പർച്യൂണിറ്റി കാർഡ് വിസ എടുത്ത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കൊരു പ്രോപ്പർ ഡിഗ്രി ഉണ്ടായിരിക്കണം. അത് കൂടാണ്ട് നമുക്ക് ഈ വിസ 1 ഇയറിനോ 6 മന്തിനോ അപ്ലൈ ചെയ്യാം. ഈ 1 ഇയറിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എംബസി ചോദിക്കുന്ന കമ്പൽസറി ആയിട്ടുള്ള കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ നമ്മളൊരു വർഷത്തേക്കുള്ള ചിലവിനുള്ള പൈസ കെട്ടിവെക്കണം. അത് അറൗണ്ട് ഒരു 13 ലക്ഷം രൂപ അടുത്ത് വരും. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വെച്ചാൽ, ഒരു വർഷത്തേക്ക് അപ്ലൈ ചെയ്യാം, 6 മന്തിനും അപ്ലൈ ചെയ്യാം. 6 മന്തിനുള്ള ചിലവിനുള്ള പൈസ നമുക്ക് കെട്ടിവെക്കാം. അതും ഇത് പറഞ്ഞ മാതിരി ഏകദേശം 7 ലക്ഷം രൂപയെങ്കിലും വേണം. ഇത്രയും എമൗണ്ട് ഒറ്റയടിക്ക് നമ്മുടെ പേരിലൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിൽ കെട്ടിവെച്ച് അതിൻ്റെ കൺഫർമേഷൻ ലെറ്റർ വെച്ചിട്ട് വിസ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഏജൻസികളോ ഏജൻറ്റുമാരോ ഈ കാര്യം വ്യക്തമായിട്ട് നിങ്ങളോട് പറയില്ല. പകരം അവർ പറയും എല്ലാ ഡോക്യുമെൻറ്റ്സും അവർ ചെയ്തോളാം. ഈ ഫണ്ടിൻ്റെ കേസ് ഉണ്ട് നമ്മൾ അറിഞ്ഞാൽ പോലും അതെല്ലാം അവർ ചെയ്തോളാം എന്നാണ് പറയുന്നത്. ബാക്കിയെല്ലാം വിസ കിട്ടിയ ശേഷം 1 ലക്ഷം രൂപയൊന്നുമല്ല പറയുന്നത്, 2 ലക്ഷം, 3 ലക്ഷം രൂപ, അല്ലെങ്കിൽ 4.5 ലക്ഷം രൂപ. ചില ആൾക്കാർ അതിന് മേലെയും പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഡോക്യുമെൻറ്റ്സ് ഉണ്ടല്ലോ, ബാങ്ക് അക്കൗണ്ടിൽ കെട്ടിവെക്കുന്ന ബാങ്കിൻ്റെ കൺഫർമേഷൻ ലെറ്റർ 3 ലക്ഷം രൂപ വരെ, ഇത് ഒരു ഫാബ്രിക്കേറ്റഡ് ഡോക്യുമെൻറ്റ്സ് ആണ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് നമ്മുടെ വിസ അവർ അപ്ലൈ ചെയ്ത് തരും. ഈ അപ്ലൈ ചെയ്ത് തരുമ്പോൾ ഈ ഡോക്യുമെൻ്റ് ക്രോസ് ചെക്ക് ചെയ്യാണ് എംബസിയിലെ ഓഫീസർമാർ ഇരിക്കുന്നത്. ഇവരിത് ക്രോസ് ചെക്ക് ചെയ്യും. അതേമാതിരി എൻ്റെ മുമ്പ് എന്ന് പറയാൻ വെച്ചാൽ, വിസ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത്, ഇങ്ങനെ ബൾക്കായിട്ട് അപ്ലിക്കേഷൻ ചെല്ലുന്ന സമയത്ത് ഈ ഡോക്യുമെൻറ്റ്സ് ഒന്നും ക്രോസ് ചെക്ക് ചെയ്യാറില്ല. പക്ഷേ ഈ റീസെൻ്റ്ലി ആയിട്ട് ഞാൻ കണ്ടുവരുന്നത് വെച്ചാൽ, ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഇതേപോലെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഈച്ച് ഡോക്യുമെൻറ്റ്സും എംബസി ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ ഡോക്യുമെൻ്റ് ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് ഇത് ഫാബ്രിക്കേറ്റഡ് ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് കണ്ടുപിടിക്കുന്നുണ്ട്, റിജക്ഷൻ അടിക്കുന്നുണ്ട്. പിന്നെ ഫാബ്രിക്കേറ്റഡ് ഡോക്യുമെൻറ്റ്സ് വെച്ചു എന്ന് പറഞ്ഞിട്ട് ഇവർ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം ഡിപ്പെൻസ്, ചിലപ്പോൾ ഒരു റിജക്ഷൻ ലെറ്റർ മാത്രമായിരിക്കും. പക്ഷേ ചിലവർക്ക് ഞാൻ കണ്ടത്, ചില റിജക്ഷൻ ലെറ്ററിൽ നിങ്ങളെ പെർമനൻ്റായിട്ട് ബാൻ ചെയ്തു എന്നുള്ള രീതിയിലാണ് ഈ വിസ റിജക്ഷൻ ലെറ്ററിൽ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വിസ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്ലോക്ക്ഡ് അക്കൗണ്ട് ജെന്യുവനായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ യൂറോപ്പിലുള്ള സ്വപ്നം അതോടുകൂടി അവസാനിക്കും. കാരണം വെച്ചാൽ, ഒരു വട്ടം ബാൻ കിട്ടി കഴിഞ്ഞാൽ 5 വർഷത്തേക്കായിരിക്കും മിനിമം ആ ഒരു ബാൻ ഉണ്ടായിരിക്കുക. ആ 5 വർഷം ഈ ഷെൻഗൻ കൺട്രിയിലുള്ള ഒരു കൺട്രീസിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ഈ വിസ റിജക്ഷൻ്റെ ബേസിൽ യാതൊരു വിസയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനത്തെ റിസ്ക് എടുത്തിട്ടുള്ള വിസകളൊന്നും അപ്ലൈ ചെയ്യാതിരിക്കുക. ചിലപ്പോൾ 100 അപ്ലിക്കേഷൻ വയ്ക്കുന്നതിനിടയിൽ 1 2 ചിലപ്പോൾ കടന്നു പോയിട്ടുണ്ടാവാം. പക്ഷെ അതനുസരിച്ചിട്ട് എല്ലാവരും കടന്നു പോകുന്ന സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാം. ആരെങ്കിലും ഈ പറഞ്ഞമാതിരി ഈ രീതിയിൽ വിസ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്ന ഏജൻസികൾ ഫസ്റ്റ് കേസ് പറഞ്ഞ് ഇവരെങ്ങനെ മനസ്സിലാക്കാന്ന് പറയാൻ വെച്ചാൽ, ഇവർ സർവീസ് ചാർജ് പറയുന്നത് വെച്ച് എന്തായാലും 1 ലക്ഷം രൂപ മേലേക്ക് ആയിരിക്കും. അപ്പോൾ സാധാരണ എൻ്റെ അറിവിൽ ഇതൊക്കെ ചെയ്യണത് ചില ഏജൻസികൾ 50,000 രൂപ, അതല്ലെങ്കിൽ ചില ഏജൻസികൾ 1 ലക്ഷം രൂപ പ്ലസ് GST നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതല്ലാതെ ഇതിന് മേലെ പൈസ മേടിച്ചിട്ട് ചെയ്യുന്ന ഏജൻസികളെല്ലാം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഉറപ്പുവരുത്തിയിട്ട് ശേഷം ചെയ്യാം. അതായിരിക്കും നല്ലത്. താങ്ക് യു.